മാപ്പ രീമാ പധ മാപ്പ ധാപ്പ മഗരി സരി മഗരി സരി ഗരി സ മപദ സരി രി സദാപ മപ രി മപദ മപദാപ മഗരി സരി മഗരി സരി ഗരി സ ഇതുവരെ കഴിഞ്ഞില്ലേ? എന്ത് പോളിഷ് ഇത് രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ. ഇത് എന്താടോ ഇത്? തന്റെ നെയിം ബോർഡ് എവിടെ? സോറി. എന്ത് സോറി? അത് മാറിപ്പോയതാ മേഡം. എന്താണോ ഇനിയിപ്പോ 10 മണിക്കൂർ വേണ്ടി വരുമായിരിക്കും. തനിക്ക് ഇവിടെ വേറെ ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല. അതിനുള്ള ഐഡിയ അല്ലേ കാണിക്കണത്? അല്ല മേഡം, ഇത് കണ്ട മേഡം, ഇത് മോനില്ല. തനിക്കിനി എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാമോ? ഓ, എന്താ? ഇനി കടയിൽ പോണം. പിന്നെ കടയിൽ പോണം, മത്സ്യം വാങ്ങിക്കണം, അത് പെട്ടെന്ന് കഴുകണം, പിന്നെ കറി വെക്കണം, പിന്നെ കൊച്ചമാനുള്ള ഫുഡിന്റെ കാര്യം അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ അറിയാലോ. ഇതൊക്കെ അർദ്ധരാത്രിയിലത്തേക്കല്ല, ഇപ്പോഴത്തേക്കാ. ഇത് തീർന്നിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യോ? തന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഒന്ന് വൃത്തിയായിട്ട് നടക്കണമെന്ന്? ഈ താടിയൊക്കെ വാത്തി കൊണ്ടാണോ പോലീസ് നിൽക്കണേ? അത് അച്ഛന്റെ അടിയന്തരം കഴിഞ്ഞില്ലേ മാഡം. ചോടാ എന്താ ഇയാൾ? മതി മതി മതി. ലൈസൻസ് കേട്ടത് കേട്ടത്. മതി പോയി. നടുന്നടി വീഴിലാണ്. എല്ലാത്തിനും 1 മണിക്കൂറാ എന്ത് കാര്യം ചെയ്യാനും. സമയായി. അവിടെ ഇവിടെ കറങ്ങിടക്കാതെ പോയിട്ട് വേഗം ഇങ്ങ് വന്നേക്കണം. ഞാൻ നേരത്തെ സാറിനോടല്ല, എന്നോടാണ്. അയാൾക്കൂടെ പണിയുണ്ട് അറിയാലോ. എന്തോ അല്ല, കൊച്ചമാനുള്ള ഫുഡിന്റെ കാര്യം അറേഞ്ച് ചെയ്യണം. പോയിട്ട് വേഗം വാ. വേഗം വല്ല. തുടയ്ക്കാം മേഡം. ഇതേ ആ റൂം തുടച്ചു. ഇനിയിപ്പോൾ ഇവിടെ തുടയ്ക്കണം. ഇല്ല, ഞാൻ ഇതിന്റെ അടിയിൽ നിറയെ പൊടിയുണ്ട്, അപ്പൊ അത് ഒന്ന് നോക്കണേ. ഇനി മുതലേ ഒരു നേരം കഴിച്ചാ മതി. വയറ് കൂടിയിട്ടുണ്ട്, അതോ പണിയെടുക്കാൻ ഇത്ര മടി? കാലത്തൊന്നും കഴിച്ചില്ല. ഇതിപ്പോ തുടങ്ങിയുള്ളൂ. ഇതില് ഡെറ്റോൾ ഒഴിച്ചോ? ഇതിൽ പെട്രോൾ ഒഴിക്കാറില്ലല്ലോ നമ്മള്. പെട്രോൾ അല്ല, ഡെറ്റോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് മാഡം ശ്വാസം മുട്ടാണ്ട് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഡെറ്റോൾ ഒന്നും ഉപയോഗിക്കില്ല, അലർജിയാണ്. അവന് ഞാൻ മാഡത്തിന്റെ ഷാമ്പു എടുത്ത് ബാത്റൂമിൽ നിന്ന്. ഇല്ല, അത് ഞാൻ ക്ലീൻ ആയിട്ട് തുടയ്ക്കും. നമ്മുടെ വീട്ടിലല്ലേ ഉപയോഗിക്കണം മാഡം. മാഡത്തിന്റെ എന്താ ഇപ്പൊ കൊച്ചേമാനെ കുളിപ്പിക്കാനുണ്ട്. എന്നാ പിന്നെ ഞാൻ കുളിപ്പിച്ചിട്ട് വരട്ടെ.
കുളിപ്പിച്ചിട്ട് വരാം. അപ്പൊ ഇതാര് തുടയ്ക്കും? ഞാൻ തുടങ്ങി. എടാ അപ്പൊ ആര് കുളിപ്പിക്കുന്ന? ഞാൻ തുടച്ചിട്ട് കുളിപ്പിക്കാം. അതോ കുളിപ്പിച്ചിട്ടൊന്ന് തുടയ്ക്കണോ? ഒന്നിനും മേലായിട്ട് വേഗം ആട്ടേന്ന്. അവന് ദേഷ്യം വന്നറിയാലോ. ആ വേഗം ആട്ടെ. ഇതാ സമയത്ത് ഒരു പണിയും തീർക്കില്ല. കഴിഞ്ഞു വേണം കഴിഞ്ഞു. എടാ മതി അങ്ങോട്ട് ചെല്ലേ. കൊച്ചേമാനെ അതെ, സഹകരിച്ച പെട്ടെന്ന് കുളിപ്പിച്ച് കയറ്റാം അങ്കിള്. ഇപ്പൊ തന്നെ കുറെ ചീത്ത കേട്ടിട്ട് നിൽക്കുകയാണ്. അതെ, എന്നെ കൊണ്ട് ചീത്ത വിളി കേൾപ്പിക്കരുത്. ചേട്ടാ കണ്ണിൽ സോപ്പ് തേക്കൂല. പച്ചവെള്ളേ ഉള്ളു കേട്ടാ, ചൂടുവെള്ളം ഇല്ല. ഞാൻ അതിന്റെ പേരിൽ കൊടുക്കുന്നത് വെള്ളം വെച്ചാ കൊച്ചമ്മ എന്നെ ചീത്ത വിളി. അതുകൊണ്ടാ ഇത് ഷവർ പോലെ അങ്കിള് ഷവർ പോലെ ആക്കിത്തരാം. ചെറുപ്പിക്കല്ലേ. മഴ പ്രണയമണി തൂവൽ പൊഴിയും മഴ. ജോലി ചെയ്യാൻ സമ്മതിക്കൂല. അല്ലാതെ തന്നെ ഇവിടെ ആവശ്യത്തിന് ഞാൻ തീർന്നു കിട്ടോണ്ടിരിക്കുക. എന്നെ സാറേ ഇതൊക്കെ ചെയ്യുമ്പോ ഇതൊന്ന് ഊരി വെച്ചിട്ട് ചെയ്ത് എന്താ കുഴപ്പം? ഇനി അതായിരിക്കും അടുത്തത്. തൊപ്പില്ലാതെ ഒരു ദിവസം അങ്ങോട്ട് ചെന്നെന്നും പറഞ്ഞു ഇനി പറയാനായിട്ടൊന്നുമില്ല. അവർക്കെന്തോ ഭയങ്കര സന്തോഷം ഞാൻ ഈ ഫുള്ള് യൂണിഫോമിൽ അടുക്കള പണി ചെയ്യണ കാണുമ്പോ. അതൊരു കഷ്ടമാണ്. അതെ, എന്തായി ലീവിന്റെ കാര്യം എന്തായി? എന്താവാൻ, കൊച്ചിന് പാടില്ല മന്മത. അതുകൊണ്ട് 2 ദിവസത്തെ ലീവ് ചോദിച്ചത്, അതിനൊന്ന് ആശുപത്രി കാണിക്കാൻ. ഇനി ഇവിടെ ഉള്ളവർക്ക് കണ്ണീച്ചോര വേണ്ടേ? കൈയും കാലും പിടിച്ചു കഴിഞ്ഞപ്പോ സാറ് സമ്മതിച്ചു. പക്ഷെ കൂതനായിട്ടില്ലോ, അവള് സമ്മതിച്ചില്ല. നിങ്ങളോടൊക്കെ കാണിക്കണ എന്തുവാ? എന്റെ അവസ്ഥ നിങ്ങൾക്ക് വല്ല അറിയാമോ? എന്തിനിപ്പോ അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ഓർമ്മിക്കണേ. നമുക്ക് കുളിച്ചാലോ? സോപ്പ് തേക്കാം, കണ്ണിൽ സോപ്പ് തേക്കാം. അല്ലെങ്കിൽ ഇന്ന് സോപ്പ് തേക്കണ്ട. ഇന്നലെ ഞാൻ കുറെ അധികം തേച്ചിട്ടുണ്ട്. അത് മതി. ഇനിയിപ്പോ ഇന്നത്തെ കുളി ഇത്രയും മതി. കടയിൽ പോയി മാഡം. ഇത്ര സമയോ? മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് SIP കമ്പി പോയി വെട്ടി നുറുക്കി കഴുകി മസാലയൊക്കെ തേച്ച് പൊരിച്ചിട്ട് വരികയാണ്. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ എടുക്കും മാഡം. ആര് പറഞ്ഞു? മാഡത്തിന് അറിയാട്ടോ 1.5 മണിക്കൂർ എടുക്കും. താൻ എന്നെ പഠിപ്പിക്കാൻ വരുമൊന്നും വേണ്ട. എന്നാ പിന്നെ കൊച്ചേമാന് കൊടുക്കാം. ഇല്ല, ഞാൻ കൊടുക്കാം. ഇനിയിപ്പൊ കൊടുക്കണ്ട, അവൻ കുളിക്കാം. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും മാഡം? താനിപ്പോ അത് അവിടെ കൊണ്ടേ കൊടുക്ക്. എന്നിട്ട് എനിക്കൊന്ന് പുറത്തു പോണവാ. അപ്പൊ ഫുഡ് കഴിക്കണ്ടേ? ഞാൻ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നേന്. അല്ല, ഞാനും കഴിച്ചില്ല. വേണ്ടത് കൊടുത്തിട്ട് വരാം. എങ്ങോട്ടാണ് പോകുന്നേ? കൊടുക്കണ്ടേ? അവിടെ കൊണ്ട് കൊടുക്കാൻ. ഇന്നേ വരാ ഇവിടത്തെ ചരിത്രത്തിൽ എനിക്ക് ഈ സാധനം വാങ്ങിച്ചു തന്നിട്ടില്ല. എന്ത് പറ്റിയോ സാറിന്? നിനക്കല്ല, പട്ടിക്കാണ്. കൊച്ചമാനാണ്. നല്ല വെണ്ണ പോലെ അറിയണ്ടോ, അല്ലെങ്കിൽ കൊച്ചമ്മയുടെ സ്വഭാവം അറിയാലോ. സാർ ഇവിടുത്തെ മിക്സിക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടോ സാറേ എന്നെ കൊണ്ട് ഈ അമ്മിക്കല്ലിട്ട് അരപ്പിക്കണത്? ഒന്നും എന്നോട് ചോദിക്കണ്ട, എനിക്കറിയില്ല. ഇവിടുത്തെ മിക്സിക്ക് ഒരു കുഴപ്പമില്ല. ഇന്നലെ രാത്രി കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കണ ഞാൻ കണ്ടല്ലേ. ഇത് സാറിനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കണം. ഒരു ദിവസം ജ്യൂസ് കുടിക്കുമ്പോഴേ അവിടെ കഴുത്തെ കെട്ടിച്ചാവും. ഫുഡ് കഴിച്ചാ? എവിടെ? രാവിലെ പട്ടിണി. ഞാൻ കൊച്ചമ്മയായിട്ടേ പോയിട്ട് വരാം. അല്ല, വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കാതില്ല. അങ്കിള് പറഞ്ഞില്ലേ നല്ല കുട്ടിയായിട്ട് കുളിച്ചാൽ ഇന്നൊരു സമ്മാനം ഉണ്ടെന്ന്. ആ സമ്മാനമാണ് മണത്ത് നോക്കി. ഇഷ്ടപ്പെട്ടില്ല? വേണ്ടേ? വേണ്ട കഴിക്കരുത്. ഇഷ്ടമില്ലാത്ത ഒരു സാധനം ആര് നിർബന്ധിച്ചാലും കഴിക്കണ്ട കേട്ടാ. അങ്കിൾ ഇങ്ങോട്ട് വെച്ച ഇഷ്ടമാണെന്ന് തോന്നുമ്പോ അങ്കിൾ എടുത്ത് തരാം. കഴിഞ്ഞത് കൊണ്ട കൊടുക്കട്ടെ. കൊള്ളില്ല, ഇത് കൊള്ളില്ല, കഴിക്കണ്ട കേട്ടോ. കൊള്ളില്ല. കൊള്ളില്ല. അതെനിക്ക് ഇഷ്ടമല്ല. പല
ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല സാധനം കൊണ്ടുവരുമ്പോൾ വേണ്ടാന്ന് പറയണം കേട്ടോ, ഇഷ്ടമല്ല എന്ന് പറയണം. കൊള്ളില്ല, എനിക്കറിയാം ഇതിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. ചോദിച്ചാൽ തന്നില്ലെന്നൊന്നും പറയരുത്, കഴിച്ചു കേട്ടോ, കുറച്ച് കഴിച്ചേ. മറിമായം